ദശാംശ സംഖ്യകളുടെ സങ്കലനം അല്ലെങ്കിൽ കൂട്ടല് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം 0.32 പ്ലസ് 0.64 നമ്മളെങ്ങനെ കൂട്ടുക? അത് ചെയ്ത് നോക്കണം, ആൻസർ കിട്ടുമെന്ന് അറിയാം. നിങ്ങൾ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ബോർഡിലുണ്ട്. 0.32 കൂട്ടണം 0.64. ബോർഡിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. കണ്ണില്ല. എന്താ 100%-ലാണുള്ളത്. അത് നോക്കാം. അല്ലെങ്കിൽ 200 ആകുമ്പോൾ വലുതായി. ഇപ്പൊ കാണാണ്ടോ? അപ്പൊ കാണുന്നുണ്ട്. 1 2 ഇതേ ഇടാൻ പറ്റുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. (0.32 പ്ലസ് 0.64) 0.96 അല്ലേ സാർ? 0.96 എന്ന് പറയാറില്ല, 0.96 എന്നേ പറയാറുള്ളൂ. ദശാംശമാകുമ്പോ അങ്ങനെ പറയാം. 96. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടി. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല അതിൽ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ ആണ്. നമിത ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് അടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ ഓക്കെ. ഇനി വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എവിടെയാ? ചിലപ്പോ നമുക്ക് ഈ പ്രോബ്ലം കിട്ടാൻ എങ്ങനെയാ? 0.32 പ്ലസ് 0.5 0.32 പ്ലസ് 0.5. ഇതിന് ആൻസർ എത്രയാ? 0.37. വേണം ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ഏകദേശം 0.87 അല്ല 52. 0.82. ഓക്കെ, ഇവിടെ നമ്മളൊക്കെ ചെയ്യാവുന്ന ഒരു പണി എന്താ? ആദ്യത്തേൽ ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്, ഇവിടെ 1 ഉള്ളൂ. രണ്ടും ഒരേപോലെ ആക്കുക. അപ്പം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 1 എന്നുള്ളത് 2 ആക്കണം. 2 ആക്കാനുള്ള പണി എന്താ? ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ കണക്കെന്തായി? 0.32 പ്ലസ് 0.50. അതല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയുടെ ഒരു ദശാംശ സംഖ്യയുടെ അപ്പുറത്ത് എത്ര 0 ഇട്ടാലും ഒരു കുഴപ്പമില്ല. എത്ര 0 വേണം നമുക്ക്. ഉദാഹരണത്തിന് 0.7 ആണ് വിചാരിക്കുക. അതപ്പുറത്ത് എവിടെ? വലതുഭാഗത്ത്. ഇടതുഭാഗത്ത് 0 ഇടാൻ പാടില്ല, അപ്പോൾ വിലയിലും നല്ല വ്യത്യാസം വരും. ഇവിടെ എത്ര 0 വേണം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. 0.7 0.00 എത്ര 0 ഇട്ടാലും പ്രശ്നമില്ല. കാരണം ഇവിടെ ഇടരുത്. എവിടെ ഇടരുത്? ഈ ഭാഗത്ത് ഇടാൻ പാടില്ല. അവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വളരെയധികം സ്ഥാനം കുറഞ്ഞു. അതിന്റെ 10-1 ചുരുങ്ങി. അതാണ് കുഴപ്പം. കാരണം ആ സ്ഥാനം എന്ന് പറയുന്നത് 100-ൻ്റെതാണ്, മറ്റത് 10-ൻ്റെ സ്ഥാനമായിരുന്നു. അപ്പോൾ ഇവിടുത്തത് 10-ൻ്റെ 1 ആവും, മറ്റത് 100-ൻ്റെ സ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ
10-1 ആയി ചുരുങ്ങും. അപ്പൊ അത് ചെയ്യുന്നത് അപ്പുറത്ത് എത്ര പൂജ്യം വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. എഴുതിക്കോളൂ. 343 പോയിന്റ് 762 പ്ലസ് 51 43 പ്ലസ് 14.2. നാനൂറ്റി 409.392 സാർ. ഹലോ സാർ. ഓക്കെ, നോക്കാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ബാക്കിയുള്ളവർ കൂടെ ചെയ്തു. ഓക്കെ, നിങ്ങൾ ചെയ്തെല്ലാവരും. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ? ആദ്യത്തേല് 3 ദശാംശ സ്ഥാനമുണ്ട്, രണ്ടാമത് 2, മൂന്നാമത്തേല് 1. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം ഒരുപോലെ ആക്കാം. അപ്പൊ വേണമെങ്കിൽ ഇവിടെ ഒരു 0 ചേർക്കാം, ഇവിടെ വേണമെങ്കിൽ 2 0 ചേർക്കാം. തെറ്റിപ്പോവാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി എന്ത് ചെയ്താൽ ഇനി സാധാരണ രീതിയിൽ കൂട്ടിയാൽ മതി. പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ കൂട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? താഴെ ആൻസർ ആയിട്ട് ദശാംശ സംഖ്യയിലെല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? ആദ്യത്തേല് ഒരു 2 എന്ന് കിട്ടും അല്ലേ? പിന്നെ 9. ആദ്യത്തേല് ഒരു 2 എന്ന് കിട്ടും. പിന്നെ 9, 7, 6, 3, 9. ഒരു മിനിറ്റ്, ഒരു 2 എല്ലാം കൂടി വന്നിട്ടേ സംഖ്യകളും കാണുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ ഒരു മിനിറ്റ്
ഓക്കെ, ആദ്യത്തെ നമുക്ക് ഇങ്ങനെ തലത്തിൽ 2 കിട്ടി. പിന്നെ നമുക്ക് എന്ത് കിട്ടും? 6 3 9 കിട്ടി. പിന്നെ എന്താ വരുന്നത്? 7 7 4 11 11 2 13 അല്ലേ? 13 എത്ര എഴുതാൻ നമുക്ക്? 3 എഴുതാം. പിന്നെയോ ബാലൻസ് 1 ഉണ്ട്. അവിടെ 1 4 5 5 3 6 6 3 9. പിന്നെ 1 1 5 6 4 10 6 0 4 10 0 എന്ന് എഴുതാം. 3 1 4. ഓക്കെ, 0. പിന്നെ 3 എവിടെ? 4 3 1 4 എവിടെ? 10 3 ഓക്കെ ഓക്കെ ഓക്കെ. ശിഷ്ടം. ഓക്കെ, മറ്റേ 100ന്റെ സാധനം ഒറ്റൊന്നേ വരുന്നുള്ളൂ. ശിഷ്ടം കൂടി കണക്ക് കൂട്ടുമ്പോൾ 4. 409. എവിടെ പോയിന്റ് ഉള്ളത്? 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ്. 409.39. അപ്പൊ നിങ്ങൾക്കത് അറിയാം. അറിയുന്നതുകൊണ്ട് വളരെ ഈസിയാണ്. ഇതാണ് സങ്കലനത്തിന്റെ കൂട്ടലിന്റെ കാര്യം. ഓക്കെ ആയില്ലേ? സ്ഥാനം ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ കൂട്ടൽ വളരെ എളുപ്പമാണ്. കുറയ്ക്കൽ വരുമ്പോ കൺഫ്യൂഷൻ. കുറയ്ക്കലും കൺഫ്യൂഷൻ ഇല്ല. കുറയ്ക്കൽ ഇപ്പൊ എന്താ കൺഫ്യൂഷൻ? കുറയ്ക്കലും ഇതേപോലെ തന്നെയുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് കുറച്ചെണ്ണം വായിച്ചു കളയാം. അതവിടെ നിൽക്കട്ടെ. നമ്മളെ കണക്ക് ഇങ്ങനെ വിചാരിക്കാം. 343.762 മൈനസ് 51.4. എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, വീണ്ടും നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, 292.332. ഓക്കെ, എല്ലാവർക്കും അത് തന്നെയാവും കിട്ടുന്നതെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ കുറയ്ക്കലിന്റെ ഒരു പ്രശ്നം എപ്പോഴും എന്താ വെച്ചാൽ എന്താ പറയാ, ഒരു കടെടുക്കലും അതുപോലുള്ള കാര്യങ്ങളാവും നിങ്ങൾക്ക് പ്രയാസം. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു വഴി നോക്കാം. എന്ത് ചെയ്താൽ മതി? അതിന് പകരമായിട്ട് നമുക്ക് വേറൊരു വഴി നോക്കാം. ചേർത്ത് കൊടുത്ത പ്രശ്നം വരില്ലല്ലോ സാറേ? എന്താണ്? ഇതിന് 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ പ്രശ്നം വരില്ലല്ലോ? ഇല്ലല്ല, 0 ചേർക്കാം. 51.430 ചെയ്താൽ അത് തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ വേറൊരു വഴിയിലേക്ക് നമുക്ക് നോക്കാം.
നോക്ക് 51.43 അതിലൂടെ ഒരു 0.57 കൂടി കൊടുക്കുകയാണെങ്കിൽ അത് കൂടി ചേർക്കുകയാണെങ്കിൽ 0.57 കൂടി ചേർത്താൽ എന്താ സംഭവിക്കുക? അത് 52 മാറും. മനസ്സിലാവുണ്ടോ? 52 മാറി. ആ 52 കൂടി ഒരു 48 കൂടി കൂട്ടി എന്താ സംഭവിക്കുക? അത് 100 മാറി. 100 ഇനി എത്ര ബാലൻസ് ഉള്ളത്? 100 പിന്നെ ഒരു 243 0.762 കൂടെ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ? സംശയം ഉണ്ടോ? ഒരു 243 ഒരു 243.762 കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. വ്യവകലനത്തിന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? സങ്കലനമാക്കി മാറ്റാം. ഇതാണ് നിങ്ങൾക്ക് ഇത് എളുപ്പമാണോ നോക്കൂ. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഏതാണ് എളുപ്പം അതിന് ചെയ്യാം. 48ഉം 243 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 292.762 അതിലൂടെ ഇപ്പോൾ ഒരു 0.57 കൂടി ചേർത്താൽ എത്രയാണ് നിങ്ങൾ പറഞ്ഞത്? 291.762 പിന്നെ ഒരു 0.57 കൂടി. നിങ്ങളൊക്കെ ആൻസർ പറഞ്ഞത് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും. 292 332 എല്ലാവർക്കും തന്നെയാണോ പറ്റിയത്? ഇവിടെ അത് ആഡ് ചെയ്യാൻ ചെറിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓക്കെ 292.332 തന്നെയാണ് വരുന്നത് അല്ലേ? അതിനല്ലേ എല്ലാവർക്കും കിട്ടിയത്? 409.392 അല്ല 292.332. അത് ഓക്കെ തന്നെയാണ്. എനിക്കിത് ഏതാണ് എളുപ്പം? എനിക്ക് ആദ്യത്തെ മോഡലാണ് എളുപ്പം. ഇത് എനിക്ക് തെറ്റിപ്പോയി, കിട്ടുന്നില്ല. ഇത് പ്രയാസമാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യത്തേത് ഉപയോഗിക്കാം. മറ്റുള്ള ആളുകൾ കമന്റ് ചെയ്യാം. ഏതാണ് എളുപ്പം? ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റാണ് എളുപ്പമെങ്കിൽ ഫസ്റ്റിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഒരൊറ്റ കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തേ ഉള്ളൂ? സ്ഥാനങ്ങൾ ഒരുപോലെ ആക്കി കൊടുക്കാൻ ഒറ്റ പണിയുള്ളൂ അല്ലേ?
സ്ഥാനങ്ങൾ ഒരുപോലെ ആക്കുക. 3 സ്ഥാനം ഉണ്ടെങ്കിൽ രണ്ടിലും 3 സ്ഥാനം ഉണ്ടാക്കുക. പിന്നെ അതിനനുസരിച്ചിട്ട് കുറച്ചാൽ മതി. ഓക്കെ ആയോ? ഇതിൽ വല്ല സങ്കലനോ വ്യവകലനമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ മതി. ഉണ്ടെങ്കിൽ മാത്രം യെസ് എന്ന് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നം ആദ്യത്തിൽ കണ്ടു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത്. ഇനി നിങ്ങൾക്ക് അത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആ രീതി ഒഴിവാക്കുകയും ചെയ്യാം. നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇനി വരുന്ന എന്താ ഗുണനം. നമ്മൾ വെറുതെ സമയം കളയേണ്ട. ഗുണനത്തിന് എന്താ നിയമം? ഒന്നുമില്ല. ഗുണനത്തിന് സാധാരണ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന പോലെ ഗുണിക്കുക, ദശാംശ സ്ഥാനങ്ങൾ മാറ്റുക. അവിടെ പിന്നെ സ്ഥാനങ്ങൾ ഒപ്പാക്കേണ്ട യാതൊരു പ്രശ്നവും. ഉദാഹരണത്തിന് 2.92 ഇൻറ്റു 4.6 ആചരിക്കാം. 4.6. ഇവിടെ നമ്മള് പിന്നെ സ്ഥാനം ഒരുപോലെ ആക്കേണ്ട യാതൊരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 292 46 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര സ്ഥാനം നീക്കിയാൽ മതി? 3 സ്ഥാനം നീക്കിയാൽ മതി. കാരണം ആദ്യത്തേല് 2ഉം രണ്ടാമത്തേല് 1. മൊത്തം 3 സ്ഥാനം നീക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിലേക്ക് ചെയ്യാൻ താല്പര്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. (13.452) ആൻസർ സാർ. നോക്കാം, മറ്റുള്ളവരോട് ചെയ്തോട്ടെ. എല്ലാവർക്കും ആൻസർ കിട്ടിയില്ല. 13.432 ശരിയാണ് ആൻസർ. അപ്പൊ ഗുണനത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി വരുന്നത് ഏതേ ഉള്ളൂ? ഹരണത്തിലേ ഉള്ളൂ. ഹരണത്തിന്റെ നിയമം ഒന്നുമില്ല, അതേമായി തന്നെ ഉള്ളൂ. സാധാരണ രീതിയിൽ ഹരിക്കുക, എന്നിട്ട് ആദ്യത്തേല് 3 സ്ഥാനവും രണ്ടാമത്തേല് 2 സ്ഥാനമാണ്. 3 2 കുറച്ചിട്ട് 1 സ്ഥാനം നീക്കുക. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഹരണത്തില് കൺഫ്യൂഷൻ ആണ് സാർ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് എടുക്കാം. അങ്ങനെ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് 2-3 ടൈപ്പ് ചെയ്യണം. അതിനിപ്പോ ഇന്ന് സമയം കിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, അതായിട്ട് അപ്പൊ ഹരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.